സ്വേച്ഛാധിപതിയാകാനുള്ള ടാസ്കിൽ അനുമോളുടെ ഫോട്ടോ കത്തിച്ചതിൽ അനുമോൾ പൊട്ടിക്കരയുകയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ചെയ്തത്. എൻ്റെ ഫോട്ടോ ഇതുവരെ കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതാ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഒന്നിയിൽ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അനുമോളെ, അത് സാരല്ല, ഇതൊക്കെ നീ ഒരു ടാസ്ക് ആയിട്ട് എടുക്കുക, എന്നാലും എൻ്റെ ഫോട്ടോ കത്തിച്ചില്ലേ എൻ്റെ മുമ്പിൽ വെച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ അവരെന്തൊക്കെ പറഞ്ഞു, എൻ്റെ അച്ഛനെ വരെ അവർ പറഞ്ഞു, വളരെ മോശമായ രീതിയിലല്ലേ ആ സംഭവത്തിൽ എന്നോട്, ആ ടാസ്കിൽ എന്നോട് കാണിച്ചതെന്ന് പറയുന്നുണ്ട്. ഒന്നിൽ കുറേ നേരം നമ്മുടെ അനുമോൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അനുമോൾ എനിക്ക് കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അനുമോൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇത് ബിഗ് ബോസിൻ്റെ എല്ലാ സീസണിലും ഉള്ള ഒരു ടാസ്ക് തന്നെയാണ് ഫോട്ടോ കത്തിക്കൽ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസിൻ്റെ മൂന്നാം ഘട്ട റൗണ്ട് എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ സ്വേച്ഛാധിപതികളായിട്ട് ഉണ്ടായിരുന്നത് അഭിലാഷ്, ശൈത്യ, അതേപോലെ നെവിൻ, ജിസേലാണ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഒരു വടംവലി ടാസ്ക് ആയിരുന്നു. ആദ്യ റൗണ്ടിലും ശൈത്യയും നെവിൻ തന്നെ ജയിച്ചു. രണ്ടാമത്തെ റൗണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലും ശൈത്യയും നെവിൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് വീടിൻ്റെ സ്വേച്ഛാധിപതികളായിട്ട് 2 പേരാണ് വന്നിരിക്കുന്നത്. നെവിൻ ആൻഡ് ജിസേലാണ് എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇവർ സ്വേച്ഛാധിപതികളായി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. ഇവർ 2 പേരും സ്വേച്ഛാധിപതികളായത് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക.